ഹായ്, നമസ്കാരം. എസ് ബി ആർ ഉള്ളയാളാണ്. ഈ ടോണി അച്ചായൻ എന്നൊരു വിഷയം സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദമാണ്. അത് തുടക്കത്തിൽ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ നാട്ടിലെ ചില മലയാളികൾക്കൊരു പ്രശ്നമുണ്ട്. ഈ പട്ടി പുല്ല് തിന്നേയില്ല, പശുവിനെ തീറ്റിക്കില്ല എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അതായത് ഈ അച്ചായൻ എന്ന് പറയുന്ന ആളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടേ ഉള്ളൂ. എക്സോറോയ് എന്തോ ആയിക്കോട്ടെ. പക്ഷേ അയാളുടെ PR പണിക്കോ അയാളുടെ സെൽഫ് പ്രൊമോഷനോ എന്തിനോ വേണ്ടി ആയിരുന്നാലും കുറച്ച് പാവപ്പെട്ടവർക്ക് അയാളാൽ കഴിയുന്നത് പിരിവെടുക്കാതെ സ്വന്തം വരുമാനത്തിൽ നിന്നും കുറച്ച് കൊടുത്ത് സഹായിക്കാൻ മനസ്സുള്ള മനുഷ്യരെ അയാൾ ചിലപ്പോൾ അതിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എനിക്കൊരു പബ്ലിസിറ്റി ആയിരിക്കും. പബ്ലിസിറ്റി ആണെങ്കിലും സ്വന്തം പോക്കറ്റിലെ പൈസ എടുത്ത് ഒരു പാവപ്പെട്ടവർക്ക് 5 രൂപ സഹായിച്ച് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പ്രയത്നിക്കുന്ന വ്യക്തികളെ എന്തിനാണ് ഇങ്ങനെ ഇകഴ്ത്തുന്നത്? അതാണ് തുടക്കത്തിലേ പറഞ്ഞത്. ചിലരുണ്ട്, അവർക്ക് എന്തിലും അസൂയാണ്. ഞാനോ ചെയ്യില്ല. മറ്റുള്ളവർ ചെയ്യുന്നതിനെ എങ്ങനെയൊക്കെ അപമാനിക്കാം, അവഹേളിക്കാം. അവർക്ക് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ പേരിൽ നേട്ടമുണ്ടാകുന്നു, 10 പേർ അറിയുന്നു എന്ന് കാണുമ്പോൾ ഇതിൻ്റെ പേര് കുശുമ്പെന്ന് പറയാം, അല്ലെങ്കിൽ ഇവർക്ക് അസൂയ എന്ന് പറയാം. അസൂയ കൊണ്ട് എന്ത് ചെയ്യുകയാണ്? അവരെ സമൂഹത്തിൻ്റെ മുന്നിൽ അവഹേളിക്കുക. എന്നാൽ നീ കാണിക്ക് ഇങ്ങനെ ഒരു സഹായം. ഒരു 10 പൈസ ഒരു മനുഷ്യന് വെള്ളം വാങ്ങിച്ചു കൊടുക്കാത്തവന്മാരാണ് ഈ ചെയ്യുന്നവരെ സമൂഹത്തിൻ്റെ മുന്നിൽ അധിക്ഷേപിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 100% പെർഫെക്റ്റ് മാൻമാർ ആരുമില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും. അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ അയാളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ അയാൾക്കുണ്ടായിരിക്കാം. പക്ഷേ അയാൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും പേരെ സഹായിച്ചില്ലേ, നമ്മൾ അതിന് ഒരു മാന്യത കൽപ്പിക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിലെ മനുഷ്യരെല്ലാവർക്കും രക്ഷപ്പെട്ടവരല്ല. സമ്പാദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കുമിഞ്ഞു കൂടിയാൽ പോലും 10 പൈസ ഒരു മനുഷ്യരെയും സഹായിക്കാൻ തയ്യാറാകാത്ത ഇഷ്ടം പോലെ ആക്രാന്ത ടീമുകൾ ഉള്ളിടത്ത് അയാൾ ഇത് ഇത്രയെങ്കിലും ചെയ്യുന്നില്ലേ? അയാൾ കഴിഞ്ഞ ദിവസം ചാരിറ്റി അവസാനിപ്പിച്ചു എന്ന് പറയുന്നു. ഇതിൽ കുറേ പേരങ്ങ് സന്തോഷിക്കുന്നുണ്ട്. ഇവർക്കെന്ത് നഷ്ടം? ഞങ്ങളെല്ലാം കൂടി അയാളെ സമൂഹത്തിൻ്റെ മുന്നിൽ അപമാനിച്ച് നിർത്തിച്ചു എന്ന് സന്തോഷിക്കുന്നവരൊരു കാര്യം മനസ്സിലാക്കുക. കുറച്ച് പേരെങ്കിലും നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ അയാൾ സഹായിച്ച കുറച്ച് പേരുടെ അടുത്തേക്ക് ചെല്ലും. ദൈവസമാനമായിരിക്കും. ഒരു മനുഷ്യന് എങ്ങനെയാണ് ശരിയായ മാധവ സേവയാണ് യഥാർത്ഥ മാനവ സേവയെന്ന് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് അയാൾ പറ്റുന്ന രീതിയിൽ അയാൾക്ക് കുറച്ച് കാശുണ്ട്, ജുവലറി, അച്ചായൻസ് ജുവലറി എന്തോ നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് പുള്ളിയെ അറിയത്തില്ല. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളതല്ലാതെ ഇതുവരെ പുള്ളിയെ സംസാരിച്ചിട്ടില്ല. പിന്നെ ചെയ്യുന്ന പ്രവൃത്തി, സൽപ്രവൃത്തി ഏത് മനുഷ്യന് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യട്ടെ. കിട്ടുന്നത് മുഴുവൻ എനിക്ക് വേണമെന്ന് ആക്രാന്തം കാണിക്കാതെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആർക്കും ഒരു 10 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് അദ്ദേഹം ഈ പരിപാടി അവസാനിപ്പിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ഈ നാട്ടിൽ നന്മമരമായിട്ടുള്ള, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫിറോസ് കുന്നുംപറമ്പിലെ പോലുള്ളവരുണ്ട്, പിരിവെടുക്കുകയാണ്. നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്തിട്ട് അതിൽ നിന്ന് വെട്ടിക്കൊണ്ട് പോകുന്നിടത്ത് നമ്മൾ ചോദ്യം ചെയ്യും. അത് ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾ ആരുടെ പേരിലാണോ പിരിവെടുക്കുന്നത് അവർക്ക് തന്നെ മുഴുവൻ പൈസയും കിട്ടണം. അവരെയൊക്കെ നന്മപരമായിട്ട് ആഘോഷിക്കുന്നവന്മാരാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? അച്ചായൻ്റെ തോളിൽ കയറാൻ നടക്കുന്നത്. എന്തിനാണ് നിങ്ങൾ പറ്റാത്ത? നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ ഇത് പാടുള്ളൂ? നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ അപമാനിക്കുക, അവഹേളിക്കുക, അവരെക്കുറിച്ച് കുറ്റം പറയുക. ചില പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. ചിലപ്പോൾ സ്ത്രീ വിഷയത്തിൽ ഒരു ആരോപണം ഉണ്ടായിരിക്കും, അത് അയാളുടെ സ്വകാര്യതയാണ്. ഈ മനുഷ്യൻ, ഞാൻ പറഞ്ഞാൽ ഈ മാന്യനെ ചമഞ്ഞ് കിടക്കുന്ന പുരുഷന്മാരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു സ്ത്രീ വിഷയമൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, പറ്റിപ്പോയിരിക്കാം. നമ്മൾ രാഹുൽ മാങ്കാണ്ടിയെ പോലെ നാട്ടിൽ കിടക്കുന്ന മുഴുവൻ സ്ത്രീകളുടെ പിന്നിൽ പോയി അവരെ ഗർഭചിത്രം നടത്തുന്ന പരിപാടി ആകരുതെന്നേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ അച്ചായൻ ചെയ്തിട്ടുള്ളത് ഒരുപാട് അനവധി വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. മൊത്തമൊന്നും കണ്ടിട്ടില്ലെങ്കിൽ പോലും ഓടിച്ച് നോക്കുന്നുണ്ട്. അയാളൊരു പെർഫെക്റ്റായിട്ട് ആങ്കർ ചെയ്യുന്ന, അല്ലെങ്കിൽ അത് അവതരിപ്പിക്കാൻ ശേഷിയുള്ള മനുഷ്യനല്ലെങ്കിൽ പോലും ഈ പരിമിതികൾക്കിടയിൽ നിന്ന് അയാൾ കുറച്ച് പോപ്പുലാരിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ആരാണ് ആഗ്രഹിക്കാത്തത് പോപ്പുലാരിറ്റിയൊക്കെ? അതിന് അയാൾ തൻ്റെ വരുമാനത്തിൽ നിന്നൊരു വിഹിതമെടുത്ത് ഒരു മനുഷ്യരിൽ നിന്നും പിരിവെടുക്കാതെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് പേർക്ക് സഹായമാകുന്നുണ്ടെങ്കിൽ ആകട്ടെ. നിങ്ങൾ ചെയ്യേയില്ല, മറ്റുള്ളവരെ ചെയ്യാൻ സമ്മതിക്കാത്ത ഇത്തരം പ്രവർത്തനങ്ങളെ സമൂഹം നിരുത്സാഹപ്പെടുത്തേണ്ടതുണ്ട്. അത്തരം മനുഷ്യർ അയാളതൊന്നും ചെയ്യരുത്. അയാളിത് കാണുന്നുണ്ടെങ്കിൽ, ഈ അച്ചായൻ ഇത് കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ഉള്ള, നിങ്ങളിത് ചെയ്യൂ. നിങ്ങൾ ഈ നാട്ടിലെ സോഷ്യൽ മീഡിയ മുഴുവൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചെയ്യുന്ന സൽപ്രവൃത്തി മറ്റ് ഉടായ്പകൾക്ക് വേണ്ടി ആകരുത് എന്നുള്ളൊരു നിർദ്ദേശമേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും കാലം ചെയ്ത പ്രവർത്തനങ്ങൾ നിങ്ങളുടെ അതിലൂടെ കുറച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നു, അതിലൂടെ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു വിഹിതം നിങ്ങൾ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും മികച്ചൊരു കാര്യമാണ്. അത് തുടരണം. കാര്യം ഒരു മനുഷ്യനും സമ്പാദ്യം, പരിപൂർണ്ണ വരുമാനം ഉണ്ടാക്കാതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? തൻ്റെ ബിസിനസ് കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ഇതിനേക്കാൾ ഊളത്തരമാണല്ലോ നമ്മുടെ വേറൊരു ജൂവലറിക്കാരൻ മര്യാദയ്ക്ക് ഡ്രസ്സ് പോലും ചെയ്യാതെ ഷോ ഓഫ് കാണിച്ചുകൊണ്ട് നടക്കുന്ന പോലും നമ്മൾ കണ്ടു. ഇപ്പോൾ അനക്കമില്ല, ആവില്ല. അപ്പോൾ അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ ചെയ്യുന്ന ജോലി അന്തസ്സായിട്ട് ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്ന പ്രവർത്തനത്തെ 100% സമൂഹം പിന്തുണയ്ക്കേണ്ടതാണ്. ചില മാറാല പിടിച്ച മനസ്സുകൾ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം കേരളം നിൽക്കേണ്ടതില്ല. ടോണിച്ചായന്മാർ, കാര്യം ഒരു സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം എല്ലാ മനുഷ്യരുടെയും ജീവിതം ചിലപ്പോൾ കരുപിടിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതിന് ഈ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുകയോ അല്ലെങ്കിൽ ബിസിനസ്സിലൂടെയൊക്കെ രക്ഷപ്പെട്ടു വരുന്ന മനുഷ്യർക്ക് മാത്രമേ, അവരും കൂടി ചേർന്നാൽ മാത്രമേ ഈ
ഈ സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന, ഇല്ലായ്മയിൽപ്പെട്ടു പോകുന്ന രോഗാതുരരായ മനുഷ്യരെയൊക്കെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ പ്രവർത്തനം തുടരണം. ഇത്തരം ആക്രമങ്ങളെയും ആക്ഷേപങ്ങളെയൊക്കെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നൊരു അഭ്യർത്ഥന മാത്രമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്.